രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ലൈംഗിക വിവാദ ചുരുളിൽ നിന്ന് പുറത്തു കടക്കാനാകാതെ കോൺഗ്രസ് സംഘടനാ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുന്ന പ്രതിരോധത്തിനും തടുക്കാൻ കഴിയാതെ മുന്നണിയെ തന്നെ അസ്വസ്ഥമാക്കുകയാണ് വിവാദം. രാഹുൽ ഒഴിഞ്ഞതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായുള്ള ഗ്രൂപ്പ് നീക്കങ്ങളും സജീവമായി. അതേസമയം എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസും യുഡിഎഫും. പാർട്ടിയും മുന്നണിയും ഉയർത്തിക്കാട്ടിയിരുന്ന യുവനേതാവ് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ അനഭിമതനായി മാറിയ രാഷ്ട്രീയ ദുരന്ത കഥാപാത്രമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. ചേർത്തുപിടിച്ചവരും കൂടെ നിന്നവരും പിന്നിൽ നിന്നവരും കൈയൊഴിഞ്ഞതോടെ വിവാദകാണ്ഡം മറികടക്കൽ രാഹുലിന്റെ മാത്രം അതിജീവനമാകും. ഷാഫി പറമ്പിലിന്റെ മൗനവും വി.ഡി. സതീശന്റെ തള്ളിപ്പറയലും ആ സൂചനകളാണ് നൽകുന്നത്. പാർട്ടിയിലെ സതീശൻ ഷാഫി പവർ ഗ്രൂപ്പിന്റെ പതനത്തോടെ അസ്വസ്ഥരുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങളും തൽക്കാലം രാഹുലിനെ കേന്ദ്രീകരിച്ച് മാത്രമാകും. രാഹുലിനെ ആദ്യം പിന്തുണച്ച് രംഗത്തെത്തിയ വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ മലക്കമറിച്ചിലും പാർട്ടി നിലപാടിന്റെ സൂചനകൾ വ്യക്തമാക്കുന്നതാണ്. നിയമപരമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു പരാതി ഇതുവരെയും രാഹുലിനെതിരായിട്ടില്ല. അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടലാണ്. ഒരിക്കലും അതിന് കൂട്ടുനിൽക്കൽ ഞങ്ങളുടെ ജോലിയല്ല. ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ ഓരോരുത്തരുടെ വെളിപ്പെടുത്തൽ മാത്രമാണ്. ഓരോ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം, അവരുടെ ഗൂഢാലോചന എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നല്ലേ ഉള്ളൂ. ഞാൻ അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നോ സ്ത്രീകളെ മോശമായിട്ട് പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പൊതുജീവിതത്തിലില്ല, ജീവിതത്തിലില്ല. അങ്ങനെ ഒരു പരാമർശം തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ സംസ്കാരമല്ല, നയമല്ല. പരാതിക്കാരുടെ കൂടെയാണ്, അത് അന്വേഷിക്കും. അവർ നിയമവ്യവസ്ഥയിലോ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലോ പരാതി കൊടുത്ത് കുറ്റക്കാരാണെന്ന് കണ്ടാൽ ഏത് ഉന്നതനായാലും അവർക്കെതിരായിട്ടുള്ള നടപടിക്ക് ശക്തമായി ഞങ്ങൾ മുമ്പിലും. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മാത്രം മതിയോ എന്ന ചോദ്യമാണ് കോൺഗ്രസിന് മുന്നിൽ ഇപ്പോഴുള്ളത്. കൂടുതൽ പെൺകുട്ടികൾ പരാതികളുമായി രംഗത്തെത്തുമെന്ന അടക്കം പറച്ചിലുകൾ പാർട്ടിക്കുള്ളിൽ സജീവമാണ്. എന്നാൽ തൽക്കാലം എംഎൽഎ സ്ഥാനം ഒഴിയേണ്ടതില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസും മുന്നണിയും. എന്ത് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന ചോദ്യമാണ് കോൺഗ്രസിനെ ഉലയ്ക്കുന്നത്. മാത്രമല്ല, ആരോപണങ്ങൾ വന്നയുടൻ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന നിലപാട് CPIM-ന് പോലും ഇല്ലെന്ന ഇന്നലെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന്റെ വാക്കുകളിൽ വ്യക്തമാണ്. എന്നാൽ മന്ത്രി വി. ശിവൻകുട്ടിയെ പോലെയുള്ളവർ ആക്രമണം കടുപ്പിക്കുകയാണ്. ഓരോ ദിവസവും ഇങ്ങനെ ഈ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അത് ഓരോ ദിവസവും ഓരോ ടൈപ്പ് രീതി, ഓരോ ടൈപ്പ് പരാതി വന്നുകൊണ്ടിരിക്കുകയല്ലേ. ട്രാൻസ്ജെൻഡറിന് പോലും ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള സംഭവം എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും മാസ്റ്റർ പീസ് എടുത്തവരാണ്. അഹങ്കാരത്തിനും ധിക്കാരത്തിനും കയ്യും കാലും വെച്ച വ്യക്തിയാണ്. ഷാഫി പറമ്പിന്റെ സ്കൂളിൽ പഠിച്ചവരാണ്. അപ്പോൾ ഷാഫി പറമ്പിലാണ് ഇതിന്റെ ഹെഡ് മാസ്റ്റർ. യൂത്ത് കോൺഗ്രസിൽ രാഹുലിന് പകരക്കാരനെ പ്രതിഷ്ഠിക്കാനുള്ള ഗ്രൂപ്പ് ചരടുവലികളും സജീവമായി. മുതിർന്ന നേതാക്കൾ തന്നെയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. സംഘടനാ ചട്ടപ്രകാരം അധ്യക്ഷ സ്ഥാനം വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്ക് നൽകണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട്. ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിലിനായി വാദിക്കുന്നതാകട്ടെ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും. KM അഭിജിത്തിനായും ഒരു വിഭാഗം നേതാക്കൾ രംഗത്തുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.